Hi, my dear students. Once again, you are welcome to PVN's Global English class. Today, I'm going to take a very marvelous, fantastic poem by H.W. Longfellow, one among very great poets in English literature, and he was of North American poet. Here, in this poem, the poet explains the fantastic scene of sunrise. സൂര്യോദയത്തിൻ്റെ വളരെ ശ്രേഷ്ഠമായ മനം കവരുന്ന ഒരു കാഴ്ചയാണ് കവി ഈ കവിതയിലൂടെ നമ്മുടെ മുമ്പാകെ വരച്ചു കാണിക്കുന്നത്. ആൻഡ് മാത്രമല്ല, ഒരു സൂര്യോദയ സമയത്തുണ്ടാകുന്ന ദിവ്യമായ അനുഭൂതി അതാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. It presents the experience of the poet, the wholesome experience of the poet, as he watches the sunrise amidst hills. Here he was standing on the hilltop. You see, you and I every day watch, or we are used to watch the sunrise. There are many poems about sunrise, but this is something special poem. നമുക്ക് ഈ കുന്നിനു മുകളിലെ സൂര്യോദയം എന്ന് പറയുന്ന നാമകരണം ചെയ്തിട്ടുള്ള ഈ കവിത ഒരു സൂര്യോദയ സമയത്ത് ദിവ്യമായി കവിയുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള അതിശ്രേഷ്ഠമായ കാഴ്ചകളാണ്. The poet was standing on the top of a hill. കവി ഒരു കുന്നിൻ മുകളിൽ നിൽക്കുകയായിരുന്നു. His wholesome mind fully emerged in the scene of sunrise. നമുക്ക് ഈ കവിതയുടെ വരികളിലേക്ക് പോകാം. It's a marvelous, fantastic poem. And to some students, this poem appears to be very difficult to understand. So I got many suggestions from the students. Please to upload this poem in my YouTube class. So I prefer to upload this poem also. നോക്കാം, നമുക്ക് നിരവധി കുട്ടികൾക്ക് അപ്രീസിയേഷനും മറ്റുമൊക്കെ എഴുതാൻ ചോദിക്കുന്ന ഒരു കവിതയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കവിതയും ആയതുകൊണ്ടായിരിക്കാം ഈ കവിതയെക്കുറിച്ച് ഒരു അപ്ലോഡിങ് ആവശ്യപ്പെട്ടത്. സൺ റൈസ് ഓൺ ദ ഹിൽസ്. ടേക്ക് യുവർ പോയം, go through the lines. ഓക്കെ, നോക്കാം. I stood upon the hill when the heaven's wide arch was glorious with the sun's returning march. നോക്കൂ, here the poet was standing on the hilltop. What? Poet was standing on the hilltop. Did you experience ever in your life the standing on the hilltop? If you go up a hilltop, you could see around the marvelous scenes, different scenes. Likewise, one day the poet was standing on the hilltop. ഒരു ദിവസം കവി ഒരു കുന്നിന് മുകളിൽ നിൽക്കുകയായിരുന്നു. വെരി ഏർലി മോർണിംഗ്, ദാറ്റ് മീൻ ദ ഡോൺ, സുപ്രഭാതം. സുപ്രഭാതത്തിൽ അദ്ദേഹം ഒരു കുന്നിന് മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അതാ അങ്ങ് കിഴക്ക് ഭാഗത്ത് സൂര്യൻ്റെ അരുണോദയം കാണുന്നു. അങ്ങോട്ട് നോക്കൂ. എങ്ങോട്ട്? ആ സൂര്യോദയ വേളയിലേക്കൊന്ന് നോക്കൂ. ആൻഡ് അവിടെ വെൻ ഹെവൻസ് വൈഡ് ആർച്ച്, ഈ ഹെവൻ എന്നുള്ളതിന് സന്ദർഭോചിതമായിട്ട് 2-3 അർത്ഥങ്ങൾ ഉണ്ട്. ഇവിടെ അർത്ഥം സ്കൈ എന്ന്, സ്വർഗം എന്നൊക്കെ അർത്ഥമുണ്ട്. അതല്ല ഇവിടുത്തെ ലിറ്ററേച്ചർ മീനിങ്.
ഇവിടെ ഹെവൻലി ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആകാശത്തോളം ഉയരം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ വെൻ ഹെവൻസ് വൈഡ് ആർച്ച്, ആകാശത്തിൻ്റെ ആ വിശാലമായ കമാനം പോലെയുള്ള ഒരു ദൃശ്യം കാണില്ലേ നിങ്ങൾ കുന്നിന് മുകളിൽ നിൽക്കുമ്പോൾ? യെസ്, ഇങ്ങനെ റാ പോലെ എഴുതിയിട്ടുള്ള ഒരു കമാന ദൃശ്യം. വൈഡ്, വിശാലമായ ആർച്ച്. ആർച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമാനം. എന്തിന് കമാനം അവിടെ പറയുന്നത്? കുന്നിന് മുകളിൽ നിൽക്കുമ്പോൾ ആകാശം ഇങ്ങനെ വളഞ്ഞു കുത്തി ഒരു കമാനം പോലെ നിൽക്കുന്നത് കാണാം അങ്ങ് കിഴക്ക് ഭാഗത്ത്. ഹൊറിസോൺ ചക്രവാളം വാച്ച് ചെയ്യാറില്ലേ നമ്മൾ? പടിഞ്ഞാറ് ഭാഗത്ത് സൺസെറ്റ്, വെൻ വി വാച്ച് സൺസെറ്റ്. സോ ദ ഹെവൻസ് വൈഡ് ആർച്ച് വാസ് ഗ്ലോറിയസ്, അതിശ്രേഷ്ഠമാണ്. വിത്ത് സൺ റിട്ടേണിങ് മാർസ്, ഒരു അലങ്കാരിക പ്രകമാണ്. സൂര്യൻ്റെ തിരിച്ചുവരവനായി കൊണ്ട് ഒരു കമാനം സൃഷ്ടിച്ചിരിക്കുന്നു പ്രകൃതി. ആ കമാനത്തിനകത്തിലൂടെ, അല്ലെങ്കിൽ ആകാശമാകുന്ന കമാന വാതിലിലൂടെ അങ്ങ് ദൂരെ അതാ സൂര്യൻ സാവധാനം സാവധാനം ഉദിച്ചു പൊന്തുന്നു. അത് ഗ്ലോറിയസ് ആണ്, അതിശ്രേഷ്ഠമാണ്. വളരെ ഗ്ലോറിയസ് ആയിരിക്കുന്ന ഒരു സൂര്യൻ്റെ റിട്ടേണിങ് മാർച്ചിലെ, അങ്ങനെയാണല്ലോ, സൂര്യൻ എന്നും തിരിച്ചു വരും അല്ലേ? സൺസെറ്റ് സമയത്ത് സൂര്യൻ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും വീണ്ടും സൂര്യോദയത്തിൽ അത് തിരിച്ചു വരികയും ചെയ്യുന്നു സൂര്യൻ എന്ന് നമുക്ക് തോന്നുന്നു. സത്യം പറഞ്ഞാൽ സൂര്യൻ പോകുന്നുമില്ല, വരുന്നുമില്ല, ഉണ്ടോ? അപ്പോൾ ഇവിടെ സൺസ് റിട്ടേണിങ് മാർച്ച് എന്നാണ്, യുദ്ധമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നൊരു ശ്രേഷ്ഠതയോടെ എന്നാണ്. ആൻഡ് വുഡ്സ് മീൻ ഫോറസ്റ്റ് were brightened. സൂര്യഭഗവാന്റെ തിളക്കം തട്ടി അവിടെ ചുറ്റുപാടുമുള്ള വനാന്തരങ്ങളെല്ലാം തിളങ്ങി വിളങ്ങി നിൽക്കുകയാണ്. ദ വുഡ്സ്, വുഡ് മരം, ആൻഡ് വുഡ്സ് റെപ്രസെൻറ്റ് ഫോറസ്റ്റ്. ആൻഡ് മാത്രമല്ല വുഡ്സ് were brightened എന്നാണ്. കാടുകളൊക്കെ ഇങ്ങനെ അതിൻ്റെ അറ്റം തിളങ്ങി നിൽക്കുകയാണ് സൂര്യൻ്റെ പ്രകാശം തട്ടിയിട്ട്. ആൻഡ് സോഫ്റ്റ് ഗെയിൽസ്, വളരെ മൃദുലമായ മന്ദമാരുതൻ, ഒരു ഇളം കാറ്റടിച്ചു കൊണ്ടിരിക്കുന്നു. അത് വെൻ ഫോർത്ത്, മുമ്പോട്ട് വരുന്നു. വെൻ ഫോർ, മുമ്പിലേക്ക്. ടു കിസ്, ചുംബിക്കാൻ വേണ്ടി. ആരെ? ദ സൺ ക്ലാഡ് വെയിൽസ്, സൂര്യനാൽ ഡ്രസ്സ് ചെയ്യപ്പെട്ട താഴ്വരയെ. വെയിൽസ് മീൻസ് താഴ്വര. അപ്പോൾ കുന്നിന് മുകളിൽ നോക്കുമ്പോൾ താഴൊരു താഴ്വര കാണാം. ആ താഴ്വരയെ ചുംബിക്കുമാറ് നിൽക്കുന്ന അല്ലെങ്കിൽ വരുന്ന ഒരു വാട്ട്? സോഫ്റ്റ് ഗെയിൽസ്. ഗെയിൽസ് എന്ന് പറഞ്ഞാൽ വിൻഡ്, മൃദുലമായ ഗെയിൽസ്. വൈകുന്നേരമൊക്കെ നമ്മൾ പാടങ്ങളുടെ സൈഡിലും കുന്നിൻ മുകളിലൊക്കെ പോയാൽ നമ്മുടെ തൊഴിൽ തട്ടി താലോലിച്ചു പോകുന്ന മന്ദമാരുതനാണ് സോഫ്റ്റ് ഗെയിൽസ്. അതും ഇവിടെ കവി വളരെ ക്ലിയർ ആയിട്ട് വിവരിച്ചിരിക്കുന്നു. വാട്ട് വാസ് ദ സീൻ ദാറ്റ് വി കുഡ് സീ ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ് ഓഫ് ദ പോയം? ഈ കവിതയുടെ ഒന്നാമത്തെ സ്റ്റാൻസിൽ നമുക്ക് കാണുന്ന ചില വർണ്ണചിത്രങ്ങൾ ഓരോന്നോരോന്നായി മനസ്സിലേക്ക് കവർന്നുകൊള്ളുക. ഓരോ ചിത്രങ്ങളും നിങ്ങളെ മനസ്സിലേക്ക് ആവാഹിക്കുക. നിങ്ങളും സൂര്യോദയം കാണാറുണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെയൊരു സ്പഷ്ടമായ ചിത്രം കടന്നു വരാറുണ്ടോ? ദ ടൈം യു ആർ വാച്ചിങ് എ സൺറൈസ്, ഹൗ മെനി സൺറൈസ് കുഡ് ഹാവ് ബീൻ വാച്ച്ഡ് ബൈ യു ആൾസോ. അതൊരു ചിത്രം. പിന്നെ അങ്ങോട്ട് നോക്കുകയാണ് കവി. അങ്ങൊരു ആകാശത്താൽ തീർക്കപ്പെട്ട കമാന വീതിയിലൂടെ സൂര്യൻ തൻ്റെ രണ്ടാം തിരിച്ചുവരവ്, അല്ലെങ്കിൽ കഴിഞ്ഞൊരു അസ്തമയം കഴിഞ്ഞ് വീണ്ടും ഒരു ഉദയത്തിന് തയ്യാറായിക്കൊണ്ട് ഉയർന്നു വരുന്നു. പിന്നെ ആ സൂര്യോദയ സമയത്ത് ആക്ച്വലി ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ ദ ഹിൽ ടോപ്പ്. സോ വാട്ട് ഹി കുഡ് സീ? അനദർ സീൻ. വാട്ട് ഇസ് ദാറ്റ്? ദ ക്ലൗഡ്സ് വർ ഫാർ ബിനീത്ത് മീ. ഞാൻ കുന്നിന് മുകളിൽ നിൽക്കുകയാണല്ലോ. നിങ്ങൾ ഇപ്പോൾ ഈ ചില ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, കൊടൈക്കനാൽ അങ്ങനെയുള്ള ഭൂതലത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ മുകളിലും താഴെ കോട അഥവാ മേഘങ്ങളിങ്ങനെ തെന്നി പോകുന്നത് കാണാം. അപ്പോൾ ഈ കവി നിൽക്കുന്നതിന് ചുറ്റുഭാഗത്തും ദ ക്ലൗഡ്സ് വേർ ഫാർ ബിനീത്ത് മീ എന്നാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ മേഘം എൻ്റെ താഴെയാണ്. ബിനീത്ത് ആണ് അണ്ടർ. മേഘപടലങ്ങൾ എൻ്റെ താഴെ ഇങ്ങനെ സമുദ്രം കണക്കി ഒഴുകി തെന്നി നടക്കുന്നു. ദ ക്ലൗഡ്സ് were far beneath me. Beneath mean
ബിലോ. എങ്ങനെ? ബാത്ത് ഇൻ ലൈറ്റ്, സൂര്യൻ്റെ അരുണോദയത്താൽ കുളിച്ചുകൊണ്ട്. അലങ്കാരിക പ്രയോഗമാണ്. അതായത് ബാത്ത് ഇൻ ലൈറ്റ് ബൈ ദ സൺ എന്നർത്ഥം. സൂര്യൻ ഇങ്ങനെ വെല്ല വെല്ല ഉദിച്ചു പൊന്തുന്നോറും അതിൻ്റെ പ്രകാശകിരണങ്ങൾ തട്ടിയിട്ട് അതിൽ കുളിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്ന മേഘപടലങ്ങളെല്ലാം തന്നെ എന്ന്. അവ ഗ്യാതേർഡ് മിഡ് വേ റൗണ്ട് ദ വുഡഡ് ഹൈറ്റ് എന്നാണ്. വനനിബിഡമായിരിക്കുന്ന പ്രദേശത്ത് പകുതി ഉയരത്തോളം ആ മേഘപടലങ്ങൾ ഇങ്ങനെ പരന്ന് നിൽക്കുക. വാഹ്, വാട്ട് എ വണ്ടർഫുൾ സീൻ ഈസ് ഇറ്റ്. എന്തൊരു മനോഹരമായ ദൃശ്യമാണ്. നിങ്ങളൊരു കുന്നിന് മുകളിൽ നിൽക്കുക. ആ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റുപോകുള്ള വനാന്തരങ്ങളിലൂടെ മേഘങ്ങളിങ്ങനെ പകുതി തെന്നി പോകുന്ന ഒരു അവസ്ഥ. ഗാതേർഡ് മീൻ കളക്റ്റഡ് ഇങ്ങനെ സ്വരൂപിക്കുക. മിഡ് വേ ഏതാണ്ട് പകുതി വരെ, മിഡ് വേ പകുതി വരെ. റൗണ്ട് ദ വുഡഡ് ഹൈറ്റ് എന്നാണ്. ചുറ്റും മരങ്ങളാൽ ആവൃതമായിരിക്കുന്ന ഉയരങ്ങളോളം ഹൈറ്റിൽ മേഘപടലങ്ങൾ ഇങ്ങനെ പരന്നു നിൽക്കുന്നു. ഓഹ്, വാട്ട് എ ഗ്ലോറിയസ് സൈറ്റ് ഇറ്റ് വാസ്. ആൻഡ് മാത്രമല്ല, ഇൻ ദർ ഫെയ്ഡിങ് ഗ്ലോറി ഷോൺ ഇസ് എ പേഴ്സൺസ് ഓഫ് ഷൈൻ ലൈക്ക് ഹോസ്റ്റ് ഇൻ ദ ബാറ്റിൽ ഓവർ ത്രോൺ. യുദ്ധത്തിൽ പരാജിതമായി തിരിച്ചു വരുന്ന ഒരു യോദ്ധാക്കളുടെ രൂപത്തിലാണ് ഒരു മങ്ങലേറ്റുകൊണ്ട് മേഘപടലങ്ങൾ അവിടെ വരുന്നത് എന്ന് കവിക്ക് തോന്നുകയാണ്. ഇവിടെ ദ വാരിയേഴ്സ് ഹു ഫോട്ട് ഫോർ ദ എനിമീസ് ബട്ട് ദേ വർ ഡിഫീറ്റഡ്. പരാജയം ഏറ്റുവാങ്ങി തിരിച്ചു വരുന്ന യോദ്ധാക്കളെ പോലെ എന്നാണ് കവിയുടെ ലൈക്ക്. അവിടെ ഒരു ലൈക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഒരു സിമിലി ഉപയോഗിക്കുന്നുണ്ട് ഫിഗർ ഓഫ് സ്പീച്ചിൽ, അലങ്കാരത്തിൽ. ഏതുപോലെ എന്നാണ് പറഞ്ഞത്? പോലെ എന്ന് പറഞ്ഞാൽ ആസ് പോലെ എന്ന് കഴിഞ്ഞാൽ സിമിലിയാണ്, മെറ്റാഫറല്ല. അപ്പോൾ ഇവിടെ ലൈക്ക് ഹോസ്റ്റ് ഇൻ ദ ബാറ്റിൽ ഓവർ ത്രോൺ എന്നാണ്. ഒരു മഹായുദ്ധത്തിൽ വലിച്ചെറിയപ്പെട്ട യോദ്ധാക്കൾ അല്ലെങ്കിൽ തോൽക്കപ്പെട്ട യോദ്ധാക്കൾ എങ്ങനെയാണോ തിരിച്ചു വരുന്നത് അതേ ഭാവഘടനയോടുകൂടിയാണ് മേഘപടലങ്ങൾ ആകാശത്തിലൂടെ സൂര്യൻ്റെ ആ കിരണങ്ങളുടെ മങ്ങിയ രീതിയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ വാരിയർ ഇവിടെ സൂര്യഭഗവാനാണ്. ഈ സൂര്യഭഗവാൻ ടച്ച് ചെയ്യുന്നതോടുകൂടി ബാക്കിയെല്ലാം തോൽക്കപ്പെടുകയാണോ? അഥവാ മേഘപടലങ്ങൾ പോലും വെള്ളി മേഘങ്ങളായി വെല്ല അലിഞ്ഞലിഞ്ഞ മേഘപടലങ്ങൾക്ക് രൂപനഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ലൈക്ക് ഹോസ്റ്റ് ഇൻ ദ ബാറ്റിൽ ഓവർ ത്രോൺ എന്ന് പറയുന്നത്. അങ്ങനെ മേഘങ്ങളെയും വർണ്ണിച്ചു. ഇതിനൊക്കെയാണ് വർണ്ണിച്ചു ഓരോന്ന് നോക്കുക. കവി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കമാന രൂപത്തിലുള്ള ആകാശത്തെ വർണ്ണിച്ചു. ആ ആകാശത്തിന് താഴെയുള്ള ഒരു അടിച്ചുകൊണ്ടിരിക്കുന്ന മന്ദമാരുതനെ വർണ്ണിച്ചു. അടുത്ത് ക്ലൗഡ്സിനെ ആണ് കവി ഡിസ്ക്രൈബ് ചെയ്തത്. അത് വളരെ അധികം മങ്ങലേറ്റുകൊണ്ട് തിളങ്ങി നിൽക്കുന്ന മേഘപടലങ്ങൾ എന്ന് വ്യാഖ്യാനിച്ചു. ഇനിയുള്ളതാണ് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതും എന്നാൽ മനസ്സിലാക്കിയാൽ വളരെ മനോഹരമായിട്ടുള്ളതുമായ ഒരു സീൻ കാണുന്നത്. അതെന്താ? ആസ് മെനി എ പിനാക്കിൾ വിത്ത് ഷിഫ്റ്റിംഗ് glance through the grey mist thrust up into the shattered lands. അത് ശ്രദ്ധിക്കണം. ഇവിടെ ആസ് മെനി എ പിനാക്കിൾ, എത്രയോ ഗിരിശൃംഗങ്ങൾ പോലെ. പിനാക്കിൾ എന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വതത്തിൻ്റെയൊക്കെ ഇങ്ങനെ കൊടുമുടിയുടെ ആ കൂർത്ത പീക്ക്, ഗോപുരം. അപ്പോൾ ഇവിടെ പറയുന്നു ഒരുപാട് ആസ് മെനി എ പിനാക്കിൾ വിത്ത് ഷിഫ്റ്റിംഗ് ഗ്ലാൻസ്. ഈ ഷിഫ്റ്റിംഗ് ഗ്ലാൻസ് ആണ് മനസ്സിലാക്കാൻ എളുപ്പം. ഈ ഡാൻസിന് മറ്റൊക്കെ നർത്തകിമാർ ഒന്ന് ഇങ്ങനെ ഈ അവരുടെ നമുക്ക് അത്രയുടെ എക്സ്പീരിയൻസ് അല്ല, ഈ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയിട്ട് ഒരു നോട്ടമുണ്ട്. ഗ്ലാൻസ് മീൻ ലുക്ക്. ആ ഡാൻസ് തുടങ്ങുന്നതിന് മുമ്പേ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ ഇവിടെ അങ്ങ് ദൂരെ നോക്കുമ്പോൾ മറ്റു പർവ്വത ശൃംഗങ്ങൾ അല്ലെങ്കിൽ പർവ്വതങ്ങളാകുന്ന നർത്തകിമാരുടെ അല്ലെങ്കിൽ അവരുടെ ആ രൂപത്തിലുള്ള മുഖമായിട്ടാണ് കവിക്ക് അങ്ങനെ തോന്നുന്നത്. അങ്ങ് ദൂരെ കാണുന്ന മറ്റു പർവ്വതങ്ങളുടെ ആ മുനകൾ, അതിനാണ് പിനാക്കൾ എന്ന് പറയുന്നത്. പിനാക്കൾ അതിങ്ങനെ ഷിഫ്റ്റിംഗ് ഗ്ലാൻസ് ആണ്. ഇടവിട്ട് കണ്ണോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ആ രൂപഭാവത്തിൽ. ഏതിലെ എങ്ങനെ? ത്രൂ എ ഗ്രേ മിസ്റ്റ്. അപ്പോൾ ആ പർവ്വതങ്ങളുടെ ആ മുനകൾ മാത്രം കാണും. അതിന് ചുറ്റുഭാഗമൊക്കെ നിറയെ ഗ്രേ ചാര കളറുള്ള മിസ്റ്റ്, മൂടൽ മഞ്ഞ്, കോട എന്നൊക്കെ പറയും.
അപ്പോൾ ഈ കോടകൾ ഇങ്ങനെ മൂടി നിൽക്കുമ്പോൾ ചില ഗിരിശൃംഗങ്ങളുടെ ആ തല മാത്രം കാണും. ആ തല മാത്രം കാണുമ്പോൾ കവി അവയെ ഒരു നർത്തകി അല്ലെങ്കിൽ നർത്തക രൂപത്തിൽ നിൽക്കുന്ന ഒരു ഡാൻസേഴ്സിൻ്റെ ഒക്കെ മുഖം ഇങ്ങനെ ഇടവിട്ട് കൺമണി കാണിക്കുന്ന ആ ഒരു രൂപത്തിൽ തോന്നുകയാണ് കവിക്ക്. നോക്കൂ, ആസ് മെനി എ പിനാക്കിൾ വിത്ത് ഷിഫ്റ്റിംഗ് ഗ്ലാൻഡ് ത്രൂ ദ ഗ്രേ മിസ്റ്റ് ത്രസ്റ്റ് അപ്പ്, കോർത്ത് നിൽക്കുക, അല്ലെങ്കിൽ ത്രസ്റ്റ് അപ്പ് ഇറ്റ് ഷാറ്റേഡ് ലാൻഡ്സ്. ലാൻഡ്സ് ആണെന്നല്ലേ ശൂലം, കുന്തം എന്നൊക്കെ പറയും. അതായത് അവിടെ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഈ ഗ്ലാൻസിൻ്റെ ആ സൗണ്ട് ശരിയാക്കാൻ വേണ്ടി ലാൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഷാറ്റേഡ് ലാൻസ്, അപ്പോൾ ഇങ്ങനെ കോർത്ത് നിൽക്കുക എന്നാണ് പറയുന്നത്. ശൂലത്തിൽ കോർത്ത രൂപത്തിൽ പോലെ എന്ന്, അല്ലെങ്കിൽ കുന്തമണിയിൽ കോർത്തു നിൽക്കുന്നത് പോലെ. നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ ഈ പർവ്വതം ഇങ്ങനെ നിൽക്കുക, അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഗ്രേ മിസ്റ്റ് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്കതിങ്ങനെ കാണുമ്പോൾ ഒരു ശൂലത്തിൽ കോർത്ത് നിൽക്കുന്ന പോലെ ഒരു കാഴ്ച കാണുകയാണ്. സോ ത്രൂ എ ഗ്രേ മിസ്റ്റ്, മിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പല സ്ഥലങ്ങളിലും അതിൻ്റെ മൂടൽമഞ്ഞ് എന്ന് പറയും, ചിലയിടത്ത് കോട എന്ന് പറയും. എന്തായാലും അല്ല, ആ മലകളുടെ എല്ലാം എന്താ പറയുക, ഭാഗം മാത്രം പുറത്തേക്ക് കണ്ട് ബാക്കി അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊക്കെ ഓരോ പേഴ്സോണിഫിക്കേഷനായിട്ട് ഓരോ വ്യക്തിയായിട്ടും ആ വ്യക്തിയുടെ മുഖങ്ങൾ മാത്രം വർണ്ണിക്കുകയാണ്. ഷാറ്റേഡ് ലാൻഡ്സ്, ഇതൊക്കെ ക്ലൗഡിനെ വർണ്ണിച്ചു കഴിഞ്ഞ് കവി അടുത്ത് ഹിൽ ടോപ്പിനെ, അല്ലെങ്കിൽ മറ്റ് മൗണ്ടൻ ടോപ്പിനെ, പിനാക്കിൾസിനെ വർണ്ണിക്കുന്നു. അത് ശൂലത്തിൽ കോർത്ത് നിൽക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞു. ആൻഡ് മാത്രമല്ല റോക്കിംഗ് ഓൺ ദ ക്ലിക്ക് വാസ് ലെഫ്റ്റ് എന്നാണ്. ശരിക്കും റോക്ക് ചെയ്യാൻ ഇങ്ങനെ താരാട്ടുപെടുക, അങ്ങോട്ട് ഇങ്ങനെ ആട്ടുക എന്നാണ്. അതായത് പാറകളുടെ മുകളിലൂടെ ഒരു ആട്ടുതൊട്ടിലിട്ടുകൊണ്ട് മറ്റ് ഗിരിശൃംഗങ്ങളെ ഇങ്ങനെ റോക്ക് ചെയ്യുന്നത് പോലെ തോന്നുകയാണ് കവിക്ക് ഇതുവരെ. കാരണം ഈ ക്ലൗഡ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അല്ലേ, ക്ലൗഡ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു എക്സിബിഷൻ ഒക്കെ ഒരു തോണി ഉണ്ടാകാറുണ്ട് അല്ലേ. ആ തോണി ഇരുന്നിട്ട് ഇങ്ങനെ രണ്ട് കാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്ന പോലെ ഈ കാർണിവൽ സീനിലൊക്കെ ആൾക്കാരൊക്കെ കയറിയിട്ട് ആ തോണി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുന്ന പോലെ ഇവിടെ ആ തോണിയിൽ നമ്മുടെ ഗിരിശൃംഗങ്ങൾ ഇരിക്കുന്നതായി തോന്നുക. എന്നിട്ട് അതിലൂടെ ഇങ്ങനെ റോക്ക് ചെയ്യുന്ന പോലെ ഒരു സീൻ കാണുന്നു. മനസ്സിലാക്കിയ വളരെ രസകരമായ ഒരു ഫണ്ടാസ്റ്റിക് സീനാണ്. സോ ആസ് മെനി എ പിനാക്കിൾ വിത്ത് എ ഷിഫ്റ്റിംഗ് ഗ്ലാൻസ് ത്രൂ എ ഗ്രേ മിസ്റ്റ് ത്രസ്റ്റ് അപ്പ് ഇൻ ഷാറ്റേർഡ് ലാൻഡ്സ് ആൻഡ് റോക്കിംഗ് ഓൺ ദ ക്ലിഫ്, ക്ലിഫ് എന്ന് പറഞ്ഞാൽ പാറക്കൂട്ടം, വാസ് ലെഫ്റ്റ്. അങ്ങനെയുള്ളൊരു കാഴ്ചയും അവിടെ കാണപ്പെട്ടു എന്ന്. ദെൻ ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റഡ് ബെയർ ആൻഡ് ക്ലഫ്റ്റ്. അപ്പോൾ അടുത്തൊരു രംഗം പറയുന്നു. വാട്ട് ഈസ് ദാറ്റ്? പൈൻ, ഡിസ്ക്രിപ്ഷൻ അബൌട്ട് പൈൻ ട്രീസ്. നോക്കൂ, അങ്ങതാ അവിടെ ഡാർക്ക് ഇരുണ്ട രൂപത്തിൽ കാണുന്ന പൈൻ, ദേവദാരു വൃക്ഷം, ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റേഡ് ബെയർ ആൻഡ് ക്ലഫ്റ്റ്. അതൊക്കെ ആ ദേവദാരു വൃക്ഷത്തെ വർണ്ണിച്ചതാണ്. കേട്ടൊന്നുമില്ല. എന്തൊക്കെയാണ് അങ്ങ് ദൂരെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ മഞ്ഞുപാളികളുടെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ ഓരോ ദേവദാരു വൃക്ഷങ്ങളെല്ലാം ഇല പൊഴിഞ്ഞിട്ട് കമ്പുകളൊക്കെ പൊട്ടിച്ചീന്തിയിട്ട് ലീഫ്ലെസ്സായി നിൽക്കുന്ന ഇങ്ങനെ ഒരു രംഗം. ഈ ശൈത്യകാലമാകുമ്പോൾ മരങ്ങളുടെ ഇലയൊക്കെ പൊഴിയും. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ബ്രാഞ്ചസുകൾ മാത്രം ഇങ്ങനെ ഈർക്കൽ പോലെ നിൽക്കുന്നു. അപ്പോൾ അതിങ്ങനെ സൂര്യൻ ഫുള്ളി ഉയർന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഒരു ഇരുണ്ട രൂപത്തിലാണ് കാണുന്നത്. സോ ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റഡ് ആയിട്ടുള്ള, ആകെ ഉണങ്ങി വരണ്ട് നിൽക്കുന്ന, ബ്ലാസ്റ്റഡ് ആണ് ഇവിടെ ഇലകളെല്ലാം പൊഴിഞ്ഞിട്ടുള്ള ഒരു പൈൻ ട്രീയെ വർണ്ണിച്ചിരിക്കുന്നത്. അത് ബെയറാണ്, വിത്തൗട്ട് ലീഫ്. ബെയർ മീൻ നഗ്നമായെന്നാണ് അർത്ഥം, പക്ഷേ ഇവിടെ അർത്ഥം വിത്തൗട്ട് ലീഫ്, ഇലകളില്ലാത്ത പൊഴിമരമായി നിൽക്കുന്നു. അതിങ്ങനെ കൊമ്പൊക്കെ ക്ലഫ്റ്റ് പൊട്ടിച്ചീന്തിക്കൊണ്ട് നിൽക്കുന്ന, ക്ലഫ്റ്റ് എന്നാൽ ആകെ ചീന്തിയ, കീറിയ, പൊട്ടിയ എന്നൊക്കെ അതാണ് ക്ലഫ്റ്റ്. അതൊരു സീന്. അപ്പോൾ ഇതൊക്കെ സീനുകളാണ് നിങ്ങൾ കണ്ടത്. മേഘങ്ങളെ വർണ്ണിച്ചു, ഗിരിശൃംഗങ്ങളെ വർണ്ണിച്ചു, പർവ്വതങ്ങളുടെ അഗ്രഭാഗങ്ങളെങ്കിൽ മുനമ്പിനെ, പീക്കിനെ വർണ്ണിച്ചു, പർവ്വതങ്ങളുടെ
ആ അഗ്രഭാഗത്തെ ഒരു വ്യക്തിയുടെ മുഖമായിട്ടും അത് ദൃഷ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടുന്ന രീതിയിൽ നോക്കുന്ന രൂപത്തിലും ഒരു ആട്ടുതൊട്ടിൽ ആടി നിൽക്കുന്ന നർത്തകിമാരെ പോലെ കണ്ണ് ഇമ വെട്ടുകൊണ്ട് നോക്കുന്ന ഗിരിശൃംഗങ്ങൾ. അടുത്ത കവി പറയുന്നത് ഒരു മങ്ങിയ വെളിച്ചത്തിൽ കാണുന്ന ദേവദാരു വൃക്ഷങ്ങളാണ്, നീണ്ടു കൂർത്തു പോകുന്ന സൂചിമരങ്ങൾ എന്നൊക്കെ പറയുന്ന ആ മരങ്ങളാകട്ടെ ഇലകളിലെല്ലാം പൊഴിഞ്ഞ് ഇങ്ങനെ ഡാർക്ക് നേക്കഡായി നിൽക്കുന്ന ഒരു രംഗം പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ പറയുമ്പോഴും സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്നുണ്ടല്ലേ. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉയർന്നു വരുന്നതോടുകൂടി മോർ ആൻഡ് മോർ ലൈറ്റ്ഫുൾ സീനാണ് കാണുന്നത്. എന്താണ്? ദ വീൽ ഓഫ് ക്ലൗഡ് വാസ് ലിഫ്റ്റഡ്. നോക്കൂ, സൂര്യൻ ഉയരുന്നതോടുകൂടി മേഘപടലങ്ങൾക്ക് പരാജയം ഏറ്റുവാങ്ങുന്ന അങ്ങ് മേഘങ്ങളെല്ലാം എല്ലാം അലിഞ്ഞങ്ങോട്ട് പോയി. നമുക്കവിടെ മുഖമൂടിയെ എടുത്തു മാറ്റി എന്നാണ് കവി പറയുന്നത്. ദ വീൽ എന്ന് പറഞ്ഞ മുഖമൂടി ഓഫ് ക്ലൗഡിൻ്റെ വാസ് ലിഫ്റ്റഡ് ടേക്കൺ അവേ. ഇതുവരെ ആകെ ആവൃതമായി നിന്നിരുന്ന മേഘപടലങ്ങൾ അവിടെ നിന്ന് നീങ്ങിയപ്പോൾ, ലിഫ്റ്റ് ചെയ്തപ്പോൾ, ആൻഡ് ബിലോ, അതാ അങ്ങ് താഴെ, കവി പറയാ താഴെ നോക്കൂ, ആ മേഘപടലങ്ങളൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ നേരം വെളുത്ത് വന്നപ്പോൾ, ബിലോ ഗ്ലോഡ്, നോക്കൂ തിളങ്ങി നിൽക്കുന്നു. വാട്ട്? ഗ്ലോഡ് റിച്ച് വാലി, സമ്പുഷ്ടമായ താഴ്വരകൾ അതാ കാണുന്നു. റിച്ച് വാലി, ധനികമായിരിക്കുന്ന പ്രകൃതിയാൽ കനിഞ്ഞരുളിയിരിക്കുന്ന വളരെ മനോഹരമായ വാലിയെ നമുക്ക് കാണാം. എന്താ ഇതുവരെ കാണാഞ്ഞ്? കാരണം സൂര്യോദയം ഫുള്ളി ആയിട്ടില്ല. ക്രമികമായി സൂര്യൻ ഉദിച്ചു പൊന്തുന്നതോടുകൂടി നമുക്ക് ഭാഗികമായി ഓരോരോ സീനുകൾ ഇങ്ങനെ പ്രത്യക്ഷമായി കൊണ്ടുവരികയാണ്. സംതിങ് ഡിസപ്പിയേർഡ് ആൻഡ് സംതിങ് അപ്പിയേർഡ്. ചിലതൊക്കെ അപ്രത്യക്ഷമാകുന്നു, അതോടൊപ്പം ചിലതൊക്കെ പ്രത്യക്ഷമാകുന്നു. അപ്പോൾ ഇവിടെ പ്രത്യക്ഷമാകുന്ന സീനുകളാണ് പ്രകാശകിരണങ്ങൾ ഉയർന്നു വരുന്തോറും അവിടെ ഓരോരോ സീനുകൾ വീണ്ടും കാണുന്നു. എന്തൊക്കെയാണത്? ഗ്ലോഡ് ദ റിച്ച് വാല്യൂ ആൻഡ് ദ റിവേഴ്സ് ഫ്ലോ. അതാ അതിൻ്റെ അപ്പുറത്തൊരു പുഴ അതാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നുണ്ടോ? അവിടെ അത് അപ്പുറത്തതാ റിവേഴ്സ്, പുഴയുടെ ഒരു നദിയുടെ ഫ്ലോ, ഒഴുക്ക് എന്ന് പറഞ്ഞാൽ ആ താഴ്വരയിൽ അപ്പുറത്ത് ഒരു നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടു പോകുന്നു. അത് ഡാർക്കൻഡ് എന്നാണ് ബൈ ദ ഫോറസ്റ്റ്. ആ നദിയുടെ ഇരുഭാഗങ്ങളിലും വനാന്തരങ്ങളാൽ മൂടപ്പെട്ടത് കൊണ്ട്, വനങ്ങളിങ്ങനെ തൂങ്ങി നിന്നത് കൊണ്ട് അത് ഇരുട്ടായി കാണപ്പെട്ടു എന്ന്. നദിയിലെ വെള്ളം ഇതുവരെ ഇങ്ങനെ ഡാർക്കൻഡ് ആയിട്ടാണ് കണ്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇരുഭാഗങ്ങളിൽ നിൽക്കുന്ന ഫോറസ്റ്റാണ്. അതിലെ വാട്ടർ ഇൻ ദ റിവർ could be seen as dark only because of the trees standing on either side of that river. ആ റിവറിൻ്റെ രണ്ട് സൈഡിൽ നിൽക്കുന്ന മരങ്ങളാൽ തണലായതുകൊണ്ടാണ് ആ നദി ഇതുവരെ ഇരുണ്ട് നിൽക്കാൻ. പക്ഷെ സൂര്യൻ ഉയർന്നതോടുകൂടി ആ ഡാർക്കെല്ലാം അപ്രത്യക്ഷമാകുകയാണ്. സോ വാസ് ഡാർക്കൻ ബൈ ദ ഫോറസ്റ്റ് ഷെയ്ൻ, ഓർ അല്ലെങ്കിൽ ഗ്ലിസ്റ്റൺ, തിളങ്ങി നിൽക്കുന്നു. ഇൻ ദ വൈറ്റ് കാസ്കേഡ്, ശ്വേത കളറോടുകൂടിയ, വെള്ള കളറോടുകൂടിയ ഒരു വെള്ളച്ചാട്ടം കണക്കേന്ന്. കാസ്കേഡ് മീൻ വാട്ടർഫാൾസ്. അതിങ്ങനെ വിളങ്ങി നിൽക്കുന്ന ഒരു ജലാശയ ഫാളും, അഥവാ ഒരു നദിയിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു വെള്ളച്ചാട്ടവും, ആൻഡ് എവറിത്തിങ് കുഡ് ബി സീൻ. ഒക്കെ അവിടെ കാണായി. എപ്പോ സൂര്യൻ ഉയർന്നു വരുന്നതോടുകൂടിയും മോർ ആൻഡ് മോർ ക്ലിയർ പിക്ചർ കുഡ് ബി സീൻ. കൂടുതലായിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന ചിത്രങ്ങൾ കാണാൻ കഴിഞ്ഞു. സോ ഗ്ലിസ്റ്റൻഡ്, തിളങ്ങി. എന്ത്? ഇൻ ദ വൈറ്റ് കാസ്കേഡ്, വെള്ള കളറുള്ള വെള്ളച്ചാട്ടത്തിൽ. അപ്വേർഡ്, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങതാ കവി വേറെ രംഗം കാണുന്നു. ഇപ്പം എന്തൊക്കെയാ കുട്ടികളെ, വാട്ട് ആർ ദ സീൻസ്? ദ പോയിന്റ് ക്ലൗഡിനെ കണ്ടു, അവിടെയുള്ള വാലിയെ കണ്ടു, ആ വാലിയിലൂടെ ഒഴുകി വരുന്ന നദിയെ കണ്ടു. ആ നദിയെ കണ്ടു നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് വേറെ രംഗം കാണുന്നത്. എന്താണ്? അപ്വേർഡ്, അങ്ങതാ അവിടെ ഉയരുന്നു. ഇൻ ദ മെലോ ബ്ലസ്റ്റ് ഓഫ് ഡേ, അതായത് പകലിൻ്റെ തുടുത്തുള്ള വരവില്, ആ ബ്ലഷ് റെഡിഷ് കളറോട് കൂടിയിരിക്കുന്ന പകലിൻ്റെ ഓഫ് ഡേ വരവില്, മെലോമീൻ വളരെയധികം സ്മൂത്തായിട്ടുള്ള പകൽ പ്രവേശനത്തിൽ എന്താണ്? എ നോയ്സി ബിറ്റോൺ. ഈ നോർത്ത് അമേരിക്കയിൽ കാണുന്ന, വടക്കേ അമേരിക്കയിൽ കാണുന്ന ഒരു ടൈപ്പ് കൊറ്റിയാണ്, ഒരു പക്ഷി.
അതതാ പെട്ടെന്ന് അങ്ങോട്ട് ഉയർന്നു പോകുന്നു അതിൻ്റെ ഇടയിൽ നിന്ന്. എ നോയ്സി ബിറ്റേൺ വീൽഡ് ഇങ്ങനെ വട്ടമിട്ട് പറഞ്ഞ ഹി സ്പൈറൽ വേ, അതിൻ്റെ ഒരു കറങ്ങൽ രീതിയിൽ. സ്പൈറൽ എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ, കാരണം പരുന്തും മറ്റും അങ്ങനത്തെ പക്ഷികളൊക്കെ ഇങ്ങനെ വട്ടമിട്ടിട്ടാണ് പറക്കുന്നത്. അപ്പോൾ ഈ ദിസ് ബേർഡ് ബിറ്റേൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ നമ്മളിവിടെയൊക്കെ പറയാം കൊക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ കൊക്ക് അല്ലെങ്കിൽ ആ ഒരു ബേർഡ് ആ കാടുകളിടയിൽ നിന്ന്, ആ താഴ്വരയിൽ നിന്ന് അതാ അങ്ങ് ഉയരങ്ങളിലേക്ക് ഉയരുകയും അത് ആകാശത്തിൽ വട്ടമിട്ട് പറക്കുകയും ചെയ്യുന്നു. ഓ വാട്ട് എ വണ്ടർഫുൾ സീൻ കുഡ് ബി സീൻ ബൈ സ്റ്റാൻഡിങ് ഓൺ ദ ഹിൽ ടോപ്പ്. നൗ ഐ തിങ്ക് യു വെൽ അണ്ടർസ്റ്റുഡ് ദ ഡിഫറെൻറ്റ് പിക്ചേഴ്സ് ദാറ്റ് ദ പോയിറ്റ് depicted ഫ്രം ദിസ് ഇൻ സറൗണ്ട് ഓഫ് ദാറ്റ് ഹിൽ. ഇതാണ് സൂര്യോദയത്തിൽ അദ്ദേഹം കണ്ട കാഴ്ചകൾ. സൂര്യോദയത്തിൽ അദ്ദേഹം കണ്ട കാഴ്ചകൾ, ദ ഡിഫറെൻറ്റ് സീൻ ദാറ്റ് ഹി കുഡ് സീൻ, അയാൾ കണ്ട കാഴ്ചകളാണ് ഒന്നാം സ്റ്റാൻസയിൽ വർണ്ണിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? സൂര്യോദയ സമയത്ത് കവി ഒരു കുന്നിന് മുകളിൽ നിൽക്കുമ്പോൾ തൻ്റെ കണ്ണിലൂടെ കയറി വന്ന കാഴ്ചകൾ തൻ്റെ മനസ്സിലേക്ക് പ്രവേശിക്കുകയും അത് മനസ്സിൽ അവിടെ ആവാഹിച്ച് സന്ദേശിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ഒരു രംഗമാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ കവി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, നൗ വി ആർ സ്വിച്ച് ഓൺ ടു ദ സെക്കൻഡ് സ്റ്റാൻസ് ഓഫ് ദ പോയം. ഇനി നമ്മൾ ഇതേ കവിതയുടെ രണ്ടാം സ്റ്റാൻസയിലേക്ക് പോവുകയാണ്. രണ്ടാം സ്റ്റാൻസയിലേക്ക് പോകുന്നതിന് മുമ്പേ ഒന്നാം സ്റ്റാൻസയിൽ കവി കണ്ട കാഴ്ചകളാണ് വർണ്ണിച്ചിട്ടുള്ളത്, അല്ലേ? ഒന്നാം സ്റ്റാൻസയിൽ കവി സൂര്യോദയ സമയത്ത് ദ ടൈം ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ ദ ഹിൽ ടോപ്പ്, ഒരു കുന്നിന് മുകളിൽ അദ്ദേഹം നിൽക്കുമ്പോൾ വാട്ട് എവർ ദ ഡിഫറെൻറ്റ് പിക്ചേഴ്സ് ദാറ്റ് ഹി കുഡ് ബി സീൻ എന്നുള്ളതാണ് വർണ്ണിച്ചതെങ്കിൽ, ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ വാട്ട് എവർ ദ സൗണ്ട് ദാറ്റ് ദ പോയറ്റ് കുഡ് ഹിയർ, രണ്ടാമത്തെ സ്റ്റാൻസയിൽ എന്തൊക്കെ ശബ്ദവീചികളാണ് കവിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ദൃശ്യ ശ്രവ്യ ഇമാജസുകൾ, ഓഡിറ്ററി ഇമാജ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ? അതേമാതിരി ഇവിടെ ഒരു ഓഡിറ്ററി ഇമാജസിലേക്കാണ് അടുത്ത കവി പോകുന്നത്. സോ സി ഗോ ടു ദ ലൈൻ. അടുത്ത സ്റ്റാൻസ. I heard the distant waters dash, I saw the current whirl and flash, and richly by the blue lake silver peach. നോക്കൂ, ദാ നോക്കൂ കൂട്ടരെ, I heard മീൻ I could hear, ഞാൻ കേട്ടു, ഞാൻ കേട്ടു. എന്ത്? the distant waters dash, വിദൂരയിൽ നിന്ന് വരുന്ന ജലപ്രവാഹങ്ങളുടെ സൗണ്ടുകൾ, ഈ നദിയിലൂടെ വെള്ളം കളകളടിച്ച് വരുന്ന ആ സൗണ്ടുകൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതാണ് ഒന്നാമത്തെ സൗണ്ട്. വനകല്ലോലിനിയെ തഴുകിയെത്തുന്ന ആ നദിയുടെ ജലാശയങ്ങളുടെ കരച്ചിൽ. ഡിസ്റ്റൻ്റ് എന്നാണ് ദൂരെ നിന്ന് കേൾക്കുന്ന ആ നദികളുടെ സൗണ്ടുകൾ ഞാൻ കേട്ടു. ഐ സോ, ഞാൻ കണ്ടു, ദ കറണ്ട് വേൾഡ് ആൻഡ് ഫ്ലാഷ്, ആ നദിയിലൂടെ ഇങ്ങനെ ഉള്ള ജലപ്രവാഹങ്ങളുടെ ഓളങ്ങളും അതിൻ്റെ മിന്നൽ തിളക്കവും ഞാൻ കണ്ടു. ഫ്ലാഷ് ആൻഡ് കറണ്ട്, നോട്ട് ഓൺലി ഐ ഡിഡ് സീ ബട്ട് ആൾസോ ഐ ഹേർഡ്, ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. നദിയിലൂടെ കറണ്ടായിട്ട് ചുഴിയായിട്ട് വട്ടമിട്ട് ഒഴുകി വരുന്ന ജലപ്രവാഹത്തിൻ്റെ ശബ്ദബീജികളെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്നും. നെക്സ്റ്റ് ലൈൻ. ആൻഡ് റിച്ച്ലി ബൈ ദ ബ്ലൂ ലേക്ക് സിൽവർ ബീച്ച്, അതാ നോക്കൂ, സമ്പുഷ്ടമായിക്കൊണ്ട്, റിച്ച്ലി എന്ന് പറഞ്ഞാൽ ധനികമായിക്കൊണ്ട്, ബൈ ദ ബ്ലൂ ലേക്ക് സിൽവർ ബീച്ച്, ആ നദിയുടെ തീരത്ത് കാണുന്ന നീല കളറോട് കൂടിയ തടാകത്തിൻ്റെ ഒരു തീരം, ബീച്ച്. സോ ദർ വാസ് എ ലേക്ക് ആൻഡ് ഓൺ ദ സൈഡ് ഓഫ് ദറ്റ് ലേക്ക് ഐ കുഡ് സീ എ ബ്ലൂ കളേർഡ് ബീച്ച്, നീല ചായം പരത്തിക്കൊണ്ടുള്ള സമ്പുഷ്ടമായിരിക്കുന്ന, ഓരോന്നിനും കവി ഓരോ വർണ്ണന കൊടുക്കുന്നുണ്ട്. ഇവിടെ ആ ലേക്സിൻ്റെ സിൽവർ വെള്ളി കളറോട് കൂടിയ തീരത്തെ റിച്ച്ലി എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത് അതിൻ്റെ ഇടയിലൂടെ ഞാൻ ഈ ജലപ്രവാഹങ്ങളുടെ സൗണ്ടുകൾ ഞാൻ കേട്ടു എന്ന്. പിന്നെ എന്താ? ദ വുഡ്സ് വേർ ബെൻഡിങ് വിത്ത് സൈലന്റ് റീച്ച്, നിശബ്ദമായിക്കൊണ്ട് വനാന്തരങ്ങളെല്ലാം തന്നെ, വുഡ്സ് എന്ന ഫോറസ്റ്റുകളെല്ലാം തന്നെ ഇവർ ബെൻഡിങ് വളഞ്ഞു കുത്തി നിൽക്കുകയാണ്. ബെൻഡ് ചെയ്യാൻ ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്, അല്ലേ? അപ്പോൾ ഈ പുഴയുടെ രണ്ട് സൈഡിലുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ വളഞ്ഞു വരും. എന്തിനാണ്? നിശബ്ദമായിക്കൊണ്ട്, ശോകമുഖമായിക്കൊണ്ട്. ബിക്കോസ് ദ ടൈം ഈസ് ഡോൺ, നോബഡി വിൽ ബി ദർ, കാരണം സമയം സുപ്രഭാതമാണ്. ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കാൻ അവിടെ ആയിട്ടില്ല. എങ്കിലും ഈ വനാന്തരങ്ങളുടെ സൈഡിൽ
ആ വനങ്ങളെല്ലാം കാടുകളെല്ലാം വളഞ്ഞു നിൽക്കുന്നു. ബെൻഡിങ് വിത്ത് എ സൈലൻറ്റ്, നിശബ്ദമായ റീച്ചോടുകൂടി. ദെൻ ഓവർ ദ വെയിൽ, ആ വെയിലിൻ്റെ താഴ്വരയുടെ, വെയിൽസ് മീൻ താഴ്വര, ആ താഴ്വരയുടെ മുകളിലൂടെ മരങ്ങളെല്ലാം ഇങ്ങനെ വളഞ്ഞിങ്ങനെ ജലാശയിൽ തട്ടില്ലെന്ന പോലെ വളഞ്ഞു നിൽക്കുന്നു. ഓവർ മീൻ മുകളിലൂടെ ദ വെയിൽ വിത്ത് ജെന്റിൽ സ്വെൽ. അതാ അപ്പോഴാണ് പെട്ടെന്നുള്ള സഡമുള്ള ഒരു രംഗപ്രവേശന മ്യൂസിക് ഓഫ് ദ വില്ലേജ് ബെൽ. ഗ്രാമീണ ക്രിസ്തീയ പള്ളികളിൽ നിന്ന് അതിരാവിലെ കേൾക്കുന്ന പള്ളിമണിയുടെ ഒച്ച. ടിം ടിം. ഇങ്ങനെ ഈ ക്രിസ്ത്യൻ ഇടവകകളിലൊക്കെ, ഇഫ് യു ഗോ ടു ഇംഗ്ലണ്ടിലെല്ലാം പോവുകയാണെങ്കിൽ ഓരോ ഇടവകയിലും ഓരോ പള്ളികളും, ആ പള്ളികളിൽ നിന്നെല്ലാം സുപ്രഭാതത്തിൽ മുഴക്കുന്ന സ്വെൽ ആയി വരുന്ന മ്യൂസിക് ഓഫ് ദ വില്ലേജ് വെൽ. അത് രണ്ടാമത്തെ ഒരു സൗണ്ട്. ഒന്നാമത് ജലാശയ പ്രവാഹത്തിൻ്റെ സൗണ്ട് കവി പറഞ്ഞു. പിന്നെ അവിടെ അപ്പുറത്ത് ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളിൽ നിൽക്കുന്ന ഗ്രാമീണ ക്രിസ്തീയ പള്ളികളിൽ നിന്ന് വരുന്ന സൗണ്ട്, മ്യൂസിക് ഓഫ് ദ വില്ലേജ് ബെൽ കുഡ് ആൾസോ ബി ഹേർഡ്. അതും കവിക്ക് കേൾക്കാവതായി എന്നും. അത് കെയിം സ്വീറ്റ്ലി, ആ സൗണ്ട് വരുന്നത് മൃദുലീയമായിട്ട്, സ്വീറ്റായിട്ട്, ടു ദ എക്കോ ഗിവിങ് ഹിൽ എന്നാണ്, മാറ്റൊളി കൊള്ളുന്ന പർവ്വത മേഖലയുടെ. എക്കോ എന്ന് പറഞ്ഞാൽ ഗിവിങ് എക്കോ, പ്രതിധ്വനി, മാറ്റൊലി കൊള്ളുന്നത്. നമ്മളിപ്പോൾ ഈ ഹാളിലൊക്കെ ആണെങ്കിൽ സൗണ്ട് ഉച്ചരിച്ചാൽ അങ്ങ് അവിടെ പോയി തട്ടി ഇങ്ങോട്ട് തന്നെ വരുമല്ലോ, അതിനെയാണ് എക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പള്ളിയിൽ നിന്ന് ബഹിർഗമിക്കുന്ന മണിനാദങ്ങൾ അവിടെയുള്ള അന്തരീക്ഷത്തിലൂടെ വന്ന് ആ പർവ്വതങ്ങളിൽ തട്ടി തിരിച്ച് കമ്പനമുണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു എക്കോ ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നു. അപ്പോൾ അങ്ങ് ഇത് ഹിൽ ടോപ്പാണല്ലോ, അങ്ങ് ഗ്രാമങ്ങളിൽ നിന്ന് നിൽക്കുന്ന പള്ളിയിലെ മണിനാദങ്ങളെല്ലാം ഈ കാണാവുന്ന കുന്നുകളിലെല്ലാം തട്ടി അവിടെ ശബ്ദമുഖരിതമായിരിക്കുന്ന ഒരു എക്കോ സൃഷ്ടിക്കുന്നു. എന്തൊരു രസകരമായ വർണ്ണനയാണ് കവി പറയുന്നത് നോക്കും. സോ the woods were bending with silently, then over the vale with a gentle swell, the music of the village well. അതാണ് കവിക്ക് കേൾക്കാൻ പറ്റിയ അടുത്തൊരു സൗണ്ട്, മ്യൂസിക് ഓഫ് ദ വില്ലേജ് ബെൽ. അടുത്ത് പറയുന്നു കെയിം സോഫ്റ്റ്ലി ടു ദ എക്കോ ഗിവിങ് ഹിൽ എന്നും. ആൻഡ് അടുത്തൊരു സൗണ്ട്, അതെന്താ? ദ വൈൽഡ് ഹോൺ ഹൂസ് വോയിസ് ദ വുഡ്ലാൻഡ് ഫിൽ എന്നാണ്. അടുത്ത് പറയുന്നത് ആ വനപ്രദേശങ്ങളിലെല്ലാം ചെവിയിൽ തുളഞ്ഞു കയറുന്ന രീതിയിൽ സുപ്രഭാതത്തിൽ നമ്മൾ കേൾക്കുമാറുള്ള ഈ കാട്ടുമൂങ്ങയുടെ സൗണ്ട്. വൈൽഡ് ഹോൺ, കാട്ടുമൂങ്ങ. അപ്പോൾ ഈ കാട്ടുമൂങ്ങ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോളുണ്ടാവും, അതിൻ്റെ ഒരു കമ്പനം അവിടെ സൃഷ്ടിക്കുന്നു. അത് അടുത്തൊരു സൗണ്ട്. ഏതൊക്കെ സൗണ്ടാണ് കവി കേട്ടത്? ഒന്ന്, അവിടെ ഡാഷയോടുകൂടി അല്ലെങ്കിൽ ചാടിച്ചെല്ലുന്ന ജലപ്രവാഹത്തിൻ്റെ ശബ്ദവീചി. അടുത്ത് കേൾക്കുന്നത് അവിടെയുള്ള ഒരു ഗ്രാമീണ പള്ളിയിൽ നിന്ന് കേൾക്കുന്ന മണിനാഥ സ്വരങ്ങൾ കേൾക്കുന്നു. ഇപ്പം ഇതാ കാട്ടുമൂങ്ങയുടെയും സൗണ്ട്. വനാന്തരമല്ലേ, ഈ സുപ്രഭാതത്തിലൊക്കെ അയ്യോ ഇരുട്ട് പോവുകയാണല്ലോ എന്ന സങ്കടത്തോടെ ആയിരിക്കാം ഒരു പക്ഷേ കാട്ടുമൂങ്ങയെല്ലാം സന്ധ്യാസമയത്തും അതേമാതിരി സുപ്രഭാതം പൊട്ടിവിടരുമ്പോഴും വനാന്തരങ്ങളിലൊക്കെ കേൾക്കുന്ന ശബ്ദവിജിയാണ് കാട്ടുമൂങ്ങയുടെ എല്ലാം സൗണ്ട്. ഇന്ന് കുട്ടികൾക്ക് കാട്ടുമൂങ്ങ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പക്ഷെ മനസ്സിലാകുമായിരിക്കില്ല, കാരണം അങ്ങനത്തെ വില്ലേജ് സീനുകളൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. സോ വൈൽഡ് ഹോൺ ഹൂസ് വോയിസ്, അതിൻ്റെ സ്വരങ്ങൾ ആ വുഡ്ലാൻഡിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു, ഫീൽസ് നിറച്ചിരിക്കുന്നു എന്നാണ്. അതെന്ത് ചെയ്യുന്നു? റിങ്ങിങ് ടു ദ മെറി ഷൗട്ട്, അവിടെയുള്ള ആ സന്തോഷത്തിൻ്റെ ഒരു കരച്ചിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. മെറി മീൻ ഹാപ്പി ഷൗട്ട്. ദറ്റ് ഫെയിൻ ഫാർ ദ ഗ്ലെൻ സെൻഡ് ഔട്ട്. അങ്ങനെ ദ ഫെയിൻറ്റ് എന്ന് പറഞ്ഞാൽ മങ്ങിയ, ആൻഡ് ഫാർ അങ്ങ് ദൂരെ നിൽക്കുന്ന, ദ ഗ്ലെൻ താഴ്വര, സെൻഡ് ഔട്ട് പുറത്തേക്ക് വിട്ടു. വാട്ട് സെൻഡ് ഔട്ട്? അപ്പം കവി അവിടെ നിൽക്കുമ്പോൾ അങ്ങ് ദൂരെ കാണുന്നു ഫാറിൽ ഒരു മങ്ങിയ കാഴ്ച, ഒരു ഗ്ലെൻ, ഒരു താഴ്വര.
താഴ്വരയിൽ ഗ്രാമീണർ താമസിക്കുന്നുണ്ട്. സമയം സുപ്രഭാതമാണ്. പ്രത്യേകിച്ച് കർഷകരൊക്കെ ആവാം. അതുകൊണ്ട് അവരുടെ ഹട്ടിൽ അല്ലെങ്കിൽ കുടിൽ നിന്നൊക്കെ പൊന്തുന്ന പുകയുടെ ഒരു കാഴ്ചയാണ് പറയുന്നത്. വെർ ആൻസറിങ്, ഉത്തരം നൽകുന്നു ടു ദ സഡൻ ഷോട്ട്. എന്ത്? തിൻ സ്മോക്ക്, തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ മേഘങ്ങൾ. ഇവിടെ സ്മോക്ക്, ഇവിടെ പുകപടലങ്ങൾ. ഇവിടെ പുകപടലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമീണരുടെ കുടിൽ നിന്ന് ഉയരുന്ന പുകയുടെ പടലങ്ങൾ ആണത്രേ ആൻസറിങ് ടു ദ സഡൻ ഷോട്ട് എന്നാണ്. ഈ കേട്ട ശബ്ദവീചികൾക്ക് മാറ്റൊലി കൊണ്ടുകൊണ്ട് ആ ഗ്രാമങ്ങളുടെ കുടിൽ നിന്ന് ഉയരുന്ന പുക അതിങ്ങനെ സെൻഡ് ഔട്ട്, പുറത്തു വിട്ടിരിക്കുന്നു. സെൻഡ് ഔട്ട് തിൻ സ്മോക്ക്. എങ്ങനെയാണ് അവിടെ തിൻ സ്മോക്കിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ത്രൂ ദ തിക്ക് ലീവ് ബ്രാഞ്ചസ്, വളരെ നിബിഡമായി നിൽക്കുന്ന ഇലകളോട് കൂടിയ വനാന്തരങ്ങളിൽ നിന്നാണ്. തിക്ക് ലീവ്ഡ് എന്നാണ്, കട്ടികൂടിയോടെ ഇലകളോട് കൂടിയ ബ്രാഞ്ച് ശിഖരങ്ങളിലൂടെ. ഫ്രം ദ ഡിങ്കിൾ മീൻ വുഡഡ് വാലി, വനാവൃതമായിരിക്കുന്ന താഴ്വരയിൽ. ബ്രോക്ക്, അല്ലെങ്കിൽ ആ വനാന്തരമായിരിക്കുന്ന വാലിയെ വിച്ഛേദിക്കുമാറ് ഗ്രാമങ്ങളിൽ നിന്ന് ഉയരുന്ന പടലങ്ങളാണ് അതിന് ഉത്തരമേകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ വനാന്തരങ്ങളുടെ സ്വാഗമുഖമായിരിക്കുന്ന ഇരുണ്ട അന്തരീക്ഷത്തിലേക്ക് അങ്ങ് ദൂരെ കാണുന്ന ആ ഗ്രാമങ്ങളിൽ നിന്ന് കാണുന്ന ഗ്രാമീണരുടെ ഹട്ടിൽ നിന്ന് കുടിൽ നിന്ന് ഉയരുന്ന സ്മോക്ക് ആണ് അതിനെ മാറ്റൊലി കൊള്ളിക്കുന്നത് എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സീനുകളൊക്കെയാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ കവി വർണ്ണിച്ചിട്ടുള്ളത്. മറക്കണ്ട. എന്തൊക്കെയാണ് അദ്ദേഹം സെക്കൻഡ് സ്റ്റാൻസയിൽ കേട്ട ശബ്ദവീചികൾ? നദികളുടെ കരച്ചിലുകൾ അല്ലെങ്കിൽ അതിൻ്റെ ജലപ്രവാഹ സൗണ്ടുകൾ കേട്ടു. പിന്നെ അങ്ങ് ഗ്രാമീണ പള്ളിയിൽ ആരാധനയ്ക്ക് സമയമായിരിക്കുന്നു എന്ന് വിളിച്ചോതുന്ന ഗ്രാമീണ പള്ളികളുടെ മ്യൂസിക് ഓഫ് വില്ലേജ് ബെൽ കേട്ടു. പിന്നെ ഈ കാടുകളിൽ തന്നെ അങ്ങ് അവിടെ ഇവിടെയായി തങ്ങി നിൽക്കുന്ന കാട്ടുമൂങ്ങകൾ ഉണ്ടാക്കുന്ന ഷ്രില്ലിംഗ് സൗണ്ട്, അതും കവി കേട്ടു. അപ്പോഴാണ് അങ്ങ് ദൂരെ പ്രത്യക്ഷമായത് ഡിസപ്പിയേർഡ് ആൻഡ് സംതിങ് അപ്പിയേർഡ്. വാട്ട് ഈസ് അപ്പിയേർഡ് ദർ? എന്താണ് അവിടെ കാണപ്പെട്ടത്? ദ ക്ലിയർ പിക്ചർ ഓഫ് എ വാലി. സോ I think you have understood the meaning of second stanza also. Now we go to third and small stanza. ഒരു ചെറിയ പാരഗ്രാഫിലേക്കും നമ്മൾ പോവുകയാണ്. ആ സ്റ്റാൻസയിൽ കവി ചില സജഷൻസുകളും ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നു. ഹിസ് ഒപ്പീനിയൻ, human beings are always suffering in either or in different ways. പലവിധ രീതിയിൽ മനുഷ്യരെല്ലാം ഇന്ന് യാതനകളും ദുരിതങ്ങളും സോറോസ് പെയിൻസുകളെല്ലാം ദുഃഖിതരാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? വിഷയാത്മകമായി ജീവിതം നയിക്കുന്ന ഹ്യൂമൻ ബീങ്സ്, നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ മനസ്സമാധാനം കിട്ടാത്ത വരുന്നെങ്കിൽ അതിനെ ഒരു നിർദ്ദേശമായിട്ടാണ് കവി ലാസ്റ്റ് സ്റ്റാൻസയിലേക്ക് പോകുന്നത്. നോക്കൂ, ലാസ്റ്റ് സ്റ്റാൻസ കവി ഈ കാഴ്ച, ഈ പ്രകൃതി രമണീയമായ ഈ രണ്ട് അല്ലെങ്കിൽ വളരെ മനോഹരമായിരിക്കുന്ന രണ്ട് കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ വർണ്ണിച്ചതിന് ശേഷം കവി പറയുകയാണ്, if you are worn and hard beset. നിങ്ങൾ എപ്പോഴാണോ അതികഠിനമായിരിക്കുന്നത്, വോണായിരിക്കുന്നത്, വോൺ എന്നുള്ള നമുക്ക് വിയർ എന്നുള്ളതിൻ്റെ പാസൻസാണ്, PP ആണ്. വിയർ വോൺ എന്ന് പറഞ്ഞാൽ ആകെ ക്ഷീണിച്ച് അവശനായി നിൽക്കുന്നത്, ഹാർഡായിട്ട് അതികഠിനമായി ബിസിറ്റ് ആവൃതമായി നിൽക്കുന്നത്. വെൻ യു ആർ സറൗണ്ടഡ് ബൈ ഡീപ് സോറോസ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ അതിയായ ഗ്രീഫ്, സങ്കടത്തിനാൽ ആവൃതമായി നിൽക്കുന്ന വേള നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞാൽ മനസ്സമാധാനം കിട്ടാത്ത ഒരു വേള ഉണ്ടാവല്ലോ. മനുഷ്യർക്ക് എല്ലാം ഉണ്ട്. ഇന്ന് ഭൗതികതയുടെ ശ്രേഷ്ഠതയെല്ലാം നമുക്കുണ്ട്. ധാരാളം പൈസയുണ്ട്, സമ്പൽ സമൃദ്ധിയുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, കൊത്തങ്ങളുണ്ട്, ആനയുണ്ട്, അമ്പാടിയുണ്ട്. പക്ഷേ ഇല്ലാത്തൊന്ന് എന്ന് പറയുന്നത് പീസ് ഓഫ് മൈൻഡാണ്, മനസമാധാനമാണ്. ഏത് കോടീശ്വരനും
10 മിനിറ്റ് മനസ്സമാധത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റാത്ത ഹാർഡായ പ്രോബ്ലംസ് യു മേ ഹാവ്, നിങ്ങൾക്കുണ്ടാവാം. അങ്ങനെ പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ടാകുമ്പോൾ കവി നിങ്ങളോട് പറയുന്നു, വിത്ത് സോറോസ് സങ്കടങ്ങൾ, that you wouldn't forget, that you wouldn't forget. വിസ്മരിക്കാൻ പറ്റാത്ത, മറക്കാൻ പറ്റാത്ത ദുഃഖങ്ങളും ദുരിതങ്ങളും ഒബ്സ്റ്റാക്കിൾസ്, ഹിൻഡ്രൻസസ് യുവർ ലൈഫ് നിങ്ങൾക്കുണ്ടാവാം. ഒരുപാട് മാർഗതടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടാവാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗതിവിഗതി എന്ന്. ലൈഫ് ഈസ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ ഫോർ എനിബഡി. ആർക്കും ഒരു സ്ട്രേറ്റ് ലൈൻ അല്ല. ദർ ആർ അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവും. മനുഷ്യർ ഈ താഴ്ച ഉണ്ടാകുമ്പോഴാണ് ആകെ സപ്രസ്സായി മാറാറ്, അല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെ സപ്രസ്സായ ഒരു നിമിഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, മൈ ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പ്രിയ കുട്ടികളെ, ഹിയർ ഈസ് ദ സജഷൻ ബൈ ദ പോയിന്റ്. ഇവിടെയാണ് കവി നിങ്ങൾക്ക് നിർദ്ദേശം തരുന്നത്. നിങ്ങൾക്കും ദുഃഖമുണ്ടാവാമല്ലോ. ഇഫ് യു വുഡിൻറ്റ് റീഡ് ലെസൺ. അങ്ങനെ നിങ്ങൾക്കൊരു പാഠം പഠിക്കാൻ പറ്റാതെ വരുമ്പോൾ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ഒരു പാഠം നിങ്ങൾക്ക് വായിക്കാൻ പറ്റാതെ വരുമ്പോൾ, അതിന് പല അർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം നിങ്ങളുടെ വിദ്യാർത്ഥി എന്ന തരത്തിൽ എടുക്കുകയാണെങ്കിൽ, പലർക്കും ബുക്കിൽ വായിക്കുമ്പോൾ ബുക്കിലായിരിക്കില്ല ശ്രദ്ധ. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഇഫ് യു ആർ ഇൻ ദ ക്ലാസ്, ബി ഇൻ ദ ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ്സിലായിരിക്കണം. ഡോണ്ട് ലെറ്റ് യുവർ മൈൻഡ് ടു ഫ്ലൈ അവേ ഫ്രം യു. നിങ്ങളിൽ നിന്ന് പാറിപ്പോകാൻ നിങ്ങളുടെ മനസ്സിനെ സമ്മതിക്കരുത്. പക്ഷേ ഇവിടെ അങ്ങനത്തെ സാഹചര്യം നിങ്ങൾക്കുണ്ടാവാം. ഒരു ഭാഗത്ത് ബുക്ക് വായിക്കുന്നുണ്ടായിരിക്കാം. There is always certain pressure to be gained if you are whole-hearted in your concentration. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ whole-hearted ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരിപൂർണ്ണ സന്തോഷം കിട്ടുകയുള്ളൂ. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്കൊരു ബുക്ക് പഠിക്കാൻ പറ്റാതെ വരുന്നത്, എപ്പോഴാണോ ഒരു പാഠങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റാതെ വരുന്നത്, ആൻഡ് മാത്രമല്ല ദാറ്റ് വിൽ കീപ്, അങ്ങനെയുള്ള വേളയിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാമല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാമല്ലോ. അങ്ങനെ ഉണ്ടാവുന്ന സമയങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നത്, കവി പറയുകയാണ്, എന്താ, ഇങ്ങനെയുള്ള ദുരിത ക്ലേശമായിരിക്കുന്ന സിറ്റുവേഷൻ, വെനെവർ സച്ച് എ ഹാർഡ് ലൈഫ് സിറ്റുവേഷൻ ഇൻ യുവർ ലൈഫ്, ഹിയർ ഐ സജസ്റ്റ് യു, ഇവിടെ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു, എന്താണ്, ദൈ ഹേർട്ട്, നിങ്ങളുടെ ഹൃദയം എന്താണ്, ഫ്രം ഫെയിൻറ്റിങ്, ബോധക്ഷയമാകുന്ന വേളയിൽ, ഫെയിൻ്റായി പോകുന്നതാണ്. ദൈ സോൾ ഫ്രം സ്ലീപ്പ്, നിങ്ങളുടെ ആത്മാവിന് ഉറങ്ങാൻ പറ്റാത്ത വേളയിൽ, മനസ്സമാധാനം കിട്ടുമ്പോൾ, നിങ്ങളാകെ റെസ്റ്റ്ലെസ് ആവുമ്പോൾ, ആ സമയത്ത് ഹോപ്പ്ലെസ് ആവുമ്പോൾ, വെനെവർ യു ആർ ഹോപ്പ്ലെസ്, വെനെവർ യു ആർ റെസ്റ്റ്ലെസ്, വെനെവർ യു ആർ സ്ലീപ്ലെസ്, ഹിയർ ഐ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായം എന്താണ് കവി പറയുന്നു, നിങ്ങളുടെ സോളിനെ, നിങ്ങളുടെ ആത്മാവിനെ ഉറക്കം കിട്ടാതെ വരുമ്പോൾ, നിങ്ങളുടെ ഹൃദയം മങ്ങലേൽക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം ബോധക്ഷയമാകുമ്പോൾ, ഞാൻ പറയുന്നു, പോകൂ ടു ദ വുഡ്സ്, കാടുകളിലേക്ക് പോകൂ, എന്നെപ്പോലെ. ബി സ്റ്റാൻഡ് ഓൺ ദ ഹിൽ ടോപ്പ്, കാടിന് നടുവിലുള്ള പർവ്വതങ്ങളുടെ കുന്നിൻ മുകളിൽ കയറി നിൽക്കൂ നിങ്ങൾ. ഗോ ദ വുഡ്സ് ആൻഡ് ഹിൽസ്, ദാറ്റ് മീൻ യു ഗോ ടു നേച്ചർ, എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. The time you enjoy the beauty of nature, your mind will be thrilled, your mind will be thrilled, all your sorrows may be disappeared, നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അപ്രത്യക്ഷമാവും കുട്ടികളെ. പോകൂ കുന്നിന് മുകളിലേക്ക്. ഈ കവിത നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? പക്ഷെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും പറയുന്നു, ഇറ്റ്സ് എ ടഫ് പോയം. വേർ ഇസ് ദ ടഫ്നെസ് ഹിയർ ഇൻ ദ പോയം? ഇറ്റ്സ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് പോയം, ബട്ട് യു മേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ അമേരിക്കൻ ലാംഗ്വേജ് because the poet is an American. So go the woods, നിങ്ങൾ കാട്ടിലേക്ക് പോകൂ. ആൻഡ് ആൾസോ ക്ലൈംബ് അപ്പ് എ ഹിൽ ടോപ്പ്, പറ്റുമെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് നിൽക്കൂ. അങ്ങനെ വന്നാൽ നോ ടിയേഴ്സ്, ഒരു കണ്ണുനീരുകളും, അങ്ങനെ ഇരിക്കില്ല. ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വ്യൂവേഴ്സ്. നോക്കൂ, പ്രകൃതി അണിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ടാൽ ആർക്കാണ് കണ്ണുനീര് വരിക? The beauty of nature is unfolding. പ്രകൃതിയുടെ സൗന്ദര്യം ചുരുളഴിഞ്ഞഴിഞ്ഞു വരികയാണ്. ബട്ട് വൺ തിങ് യു ഷുഡ് ഹാവ് എ ഹേർട്ട് ടു എൻജോയ് ഇറ്റ്. നിങ്ങളെന്നും ഈ വിഷയാത്മക ജീവിതത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഈ മനോവ്യാകുലതകളൊക്കെ നിങ്ങൾക്ക് വരാൻ കാരണം. ഇൻ്റലിജൻറ്റ് പേഴ്സണാലിറ്റി, ഇമോഷണൽ പേഴ്സണാലിറ്റി ദാറ്റ് യു ഹാവ്. നിങ്ങൾക്ക് രണ്ട് വ്യക്തിത്വമാണുള്ളത്. ഒന്ന് വൈകാരിക വ്യക്തിത്വവും മറ്റൊന്ന് വിവേക വ്യക്തിത്വവും. ഈ വികാര വ്യക്തിത്വത്തെ ഉള്ളിൽ പണയം വയ്ക്കുന്നവരാണ് ഒറ്റ പേരും ഏതിനെ? തൻ്റെ വിവേക വ്യക്തിത്വത്തെ.
അപ്പോൾ എപ്പോഴൊക്കെയാണോ നിങ്ങളുടെ ഇൻ്റലിജൻറ്റ് പേഴ്സണാലിറ്റിക്ക് ഒരു മങ്ങലേൽക്കുന്നതെങ്കിൽ, ദ ടൈം ഐ പ്രിഫർ യു ഗോ ടു ദ ഹിൽ ടോപ്പ് ലൈക്ക് ദ പോയിറ്റ്, ആൻഡ് യു ഷുഡ് ആൾസോ എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. Look into the river, look at the mountain, look at the sky, look into the every tricks of nature. You know, I told many times, nature means the trick done by nature, what is called nature. So you go to the hilltop, enjoy fully your heart, and your mind will be filled, and your mind will be thrilled by the scenes could be seen around. Then all your sorrows may be disappeared. This is my guarantee in the sonnet or in the poem എന്ന് കവി പറയുന്നു. കുട്ടികളെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പാഠങ്ങൾ പഠിക്കാൻ പറ്റാതെ വരുമ്പോഴും മനസ്സ് വ്യാകുലതകൾ ആവൃതമാകപ്പെടുമ്പോഴും നിങ്ങൾ നിസ്സംശയം ഒരു കുന്നിന് മുകളിൽ പോയി അവിടുത്തെ പ്രകൃതിയുടെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയാണെങ്കിൽ ഓൾ യുവർ സോറോസ് മേ ബി ഡിസപ്പിയർഡ്, നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാവും എന്ന് പറഞ്ഞുകൊണ്ട് കവി തൻ്റെ കവിത ഇവിടെ അവസാനിപ്പിക്കുന്നു. സോ ഐ തിങ്ക് നൗ യു ഹാവ് well understood the meaning of the poem, and also you could be able to write the analysis or the appreciation of the poem. You can expect, being a +1 or +2 students, a question about the appreciation, what you got understood from this poem. You write in your own language, you'll get full mark, no doubt. Once again, watch my PVN Global channel as a request, and also share to your friends this video. Okay, thanks for having watched my class. Goodbye.